കേരളത്തിന്റെ കണ്ണും കാതും ശിരൂരിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ട് 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടി കേരളം പ്രാർത്ഥനയിലാണ്. മണ്ണിടിഞ്ഞ് ടൺ കണക്കിന് കല്ലും വെള്ളവും ചെളിയുമെല്ലാം പാഞ്ഞ് ഗംഗാവലി പുഴയിൽ അടിഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ അർജുനും പെടുകയായിരുന്നു. ഇന്നും ശിരൂരിന്റെ മണ്ണിൽ എവിടെയോ അർജുൻ മറിഞ്ഞിരിക്കുന്നുണ്ട്. അർജുനു വേണ്ടി കേരളം ഒന്നടങ്കം രംഗത്ത് വന്നപ്പോൾ കർണാടകയിലെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാവുകയായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പേരാണ് കോൺഗ്രസ് നേതാവായ സതീഷ് കൃഷ്ണ. അപകടം നടന്ന ശിരൂർ ഉൾപ്പെടുന്ന കാർവാർ നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ് സതീഷ് കൃഷ്ണ. അർജുൻ മണ്ണിനടിയിലായി എന്ന വാർത്ത പുറത്തെത്തിയതോടെ അവിടേക്ക് പാഞ്ഞെത്തിയ സതീഷ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അപകടം നടന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ കുതിച്ചെത്തിയപ്പോഴും കൃത്യതയോടെ അവരെ ഏകോപിപ്പിച്ച് നിർത്തിയതും സതീഷ് കൃഷ്ണയാണ്. മണ്ണിടച്ചിലിന് പിന്നാലെ ലോറി മണ്ണിനടിയിൽ പെട്ടു എന്ന കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉറപ്പിച്ച് വാർത്ത നൽകിയപ്പോഴും ഗംഗാവലി പുഴയിൽ വീഴാനാണ് സാധ്യത എന്നതാണ് കർണാടക സർക്കാരിനെ പ്രതിനിധീകരിച്ച് സതീഷ് കൃഷ്ണ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ആ വാക്കിന് ചെവി കൊടുക്കാതെ വിലപ്പെട്ട ദിവസങ്ങൾ റോഡിലേക്ക് വീണ മണ്ണും മറ്റും നീക്കുവാനാണ് കേരളത്തിൽ നിന്നുള്ളവർ ആവശ്യപ്പെട്ടത്. കാർവാറിന്റെ പാരിസ്ഥിതിക സവിശേഷതകൾ ചൂണ്ടിക്കാട്ടിയ സതീഷ് കൃഷ്ണ പുഴയിലേക്ക് വണ്ടി വീഴാനുള്ള സാധ്യതയെയാണ് കാണിച്ചത്. കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് MLA ഇക്കാര്യം പങ്കുവച്ചിരുന്നു. കേരളത്തിൽ നിന്ന് വന്ന സംഘം പറഞ്ഞിട്ടാണ് തങ്ങൾ കുന്നിലും റോഡിലും 6 ദിവസം തെരഞ്ഞത്. അർജുൻ കന്നഡിയർക്കും സഹോദരനെ പോലെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അലംഭാവവും ഉണ്ടായിട്ടില്ല. തങ്ങൾ നിർദ്ദേശിച്ച വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ഇതിലും മികച്ച ഫലമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും MLA വളരെ വേദനയോടെ പറയുന്നത് ചാനലുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അർജുനെ തേടി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് മലയാളികളും ഈ സതീഷ് കൃഷ്ണയെ അടുത്തറിയുന്നത്. ലോറിയുടെ GPS സൂചിപ്പിക്കുന്നത് അർജുൻ മണ്ണിനടിയിൽ ഉണ്ടെന്ന് മലയാളി സംഘം പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കർണാടക സംഘത്തിനും നിർദ്ദേശം നൽകിയത് സതീഷ് കൃഷ്ണയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിന് വേണ്ടി ആശ്വാസ വാക്കുകളുമായും ആദ്യം ഓടിയെത്തിയതും ഈ MLA ആണ്. കാർവാറിൽ നിന്നും ഇതിനു മുമ്പ് 2013 സതീഷ് കൃഷ്ണ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് BJPക്ക് മുന്നിൽ തോറ്റുപോയെങ്കിലും കഴിഞ്ഞ വർഷം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സതീഷ് കൃഷ്ണയിലൂടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയായിരുന്നു. കർണാടക നിയമസഭയിലെ ഏറ്റവും മിടുക്കനായ MLA എന്ന പേര് 1 വർഷം കൊണ്ട് നേടാൻ സാധിച്ച ഈ കോൺഗ്രസ് നേതാവിൻ്റെ ഭരണ നിർവഹണ മികവിന് കേരളം കൂടി സാക്ഷിയാവുകയാണ്.